നിങ്ങൾ പറയല്ലേ നേരത്തെ അത് കോട്ടയാണ്, അവിടെ അനക്കാൻ പറ്റില്ല. ഇത് കോട്ടയാണ്, അമ്പലപ്പുഴ, അയ്യോ കോട്ടയാണ്. ഏത് കോട്ട? ഒരു കോട്ടയുമില്ല. കോട്ടകളൊക്കെ പൊളിഞ്ഞു പോയിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ് എന്നുള്ളതാണ്. അപ്പം അതിന് വലിയ പരിഹാരമുണ്ടാക്കുമെന്നൊക്കെ നേരത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അരവിന്ദ് ഒക്കെ വളരെ വീരവാദം മുഴക്കിയിരുന്നു എങ്കിൽ പോലും കേരളത്തിൽ യഥാർത്ഥത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ആര് വന്നാലും കോൺഗ്രസ്, പ്രത്യേകിച്ച് UDFന് ഈ രംഗങ്ങളിൽ എന്ത് പുരോഗതി ഉണ്ടാക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. അത് കൃത്യമായി നടപ്പിലാക്കണമെങ്കിൽ തീർച്ചയായും കോൺഗ്രസിന്റെ കൈകളിലേക്ക് തന്നെ ഈ വകുപ്പുകളൊക്കെ വരേണ്ടതുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു സർക്കാരിന്റെ ഭാഗമായി ഉള്ള പ്രവർത്തനങ്ങളായിരിക്കില്ല ഇനി വരാൻ പോകുന്ന കേരളത്തിൽ ഉണ്ടാകുക എന്നത് നമ്മൾ പ്രത്യേകം പറയേണ്ടതുണ്ട്. രാജേട്ട നമസ്കാരം. രാജേട്ട, മികച്ച വിജയം തന്നെയാണ് ടീം UDF, VD സതീശന്റെ ഭാഷ തന്നെ കടമെടുത്ത് പറയാം, ടീം UDF കേരളത്തിൽ നേടിയിട്ടുള്ളത്. ഇതെന്താന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുത്തിരുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതുകൂടാതെ ഇതിനകത്ത് ഈ ഒരു വിജയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചരിത്രത്തിൽ ഇന്നേ വരെ കോൺഗ്രസ് തനിച്ച് നേടിയ സീറ്റുകളുടെ ഏറ്റവും ഒരു ചരിത്രം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് 62 സീറ്റായിരുന്നു 2001 AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള. അതിന് മുകളിലേക്ക് പോയി. ഇപ്പൊ അതിന് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ഒരു സുപ്രധാനമായിട്ടുള്ളൊരു വിഷയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചർച്ച ചെയ്ത് പോകേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ ഉൾപ്പെടെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അതായത് UDF വന്നു കഴിഞ്ഞാൽ അത് മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലായിരിക്കും ആ സർക്കാർ മുൻപോട്ട് പോവുക, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് തീരുമാനിക്കും ആര് മുഖ്യമന്ത്രിയാകണം എന്നുവരെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പറഞ്ഞ കാര്യത്തെ നമ്മൾ നിഷേധിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഈ 62 മുകളിലുള്ള സീറ്റിലേക്ക്, അത് കൃത്യമായ കണക്ക് നമുക്കിപ്പോൾ ലഭ്യമാകാത്തത് കൊണ്ടാണ്, അപ്പോൾ അത്രയും വലിയൊരു സീറ്റിലേക്ക് കോൺഗ്രസ് എത്തുന്ന സമയത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കൃത്യമായിട്ട് നിലപാടുകൾ കോൺഗ്രസിൻ്റെതായിട്ടുള്ള രീതിയിൽ നിന്നുകൊണ്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഒരു പക്ഷേ വളരെ വിപ്ലവകരമായ രീതിയിൽ തന്നെ ഒരു പുതിയ കേരളം, ഇപ്പോൾ ഈ VD സതീശനൊക്കെ ഇപ്പോൾ അവകാശപ്പെടുന്നത് പോലെ, അല്ലെങ്കിൽ പറയുന്ന പോലെ തന്നെ ഒരു പുതിയ കേരളം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് വലിയൊരു മാറ്റമാണ്. ഈ മാറ്റത്തെ നമുക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. കാരണം വലിയ പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ദിരാ ഗ്യാരണ്ടിയിൽ, അതായത് കോൺഗ്രസ് നേതൃത്വം ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച് ഇന്ദിരാ ഗ്യാരണ്ടിയിലുള്ള ജനങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്ന സമയത്തും ഈ നവകേരളം അല്ലെങ്കിൽ പുതിയ കേരളം എന്നുള്ള VD സതീശന്റെ ആശയങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. കാരണം എപ്പോഴും ഒരു പരാജയം തന്നെയാണ്. അപ്പോൾ VD സതീശൻ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഒരുപക്ഷെ യാഥാർത്ഥ്യമായേക്കാം. ഒരുപക്ഷെ ഈ പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് വരെ, കാരണം ഏറ്റവും അടിയന്തര പ്രാധാന്യത്തോടു കൂടി കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കേണ്ട ഒരു വകുപ്പാണ് ഈ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത്. കാരണം ഈ ധനകാര്യം, ആഭ്യന്തരം എന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും ഒരു സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനും പുരോഗതിക്കുമൊക്കെ ഏറെ പങ്കുവഹിക്കുന്ന ഒരു വകുപ്പാണ് ഈ വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പ് വരെ ഒരുപക്ഷെ കോൺഗ്രസ് ഏറ്റെടുക്കാനായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പൂർണ്ണമായിട്ടും കോൺഗ്രസിന്റെ നയപരിപാടികൾ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്ത് പറയുന്നു? തീർച്ചയായും. കാരണം കേരളത്തിൽ ഒരു പുതിയ മാറ്റം ആണ് UDF നേരത്തെ തന്നെ ലക്ഷ്യമിട്ടിരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ VD സതീശൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരളത്തിലുള്ള വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ ആരോഗ്യരംഗത്തും പൊതുമരാമത്ത് രംഗത്തൊക്കെയുള്ള വീഴ്ചകൾ, പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടുള്ള കേരളത്തിൻ്റെ വികസനത്തെ മാത്രം മുൻനിർത്തിയുള്ള ഒരു സർക്കാർ ഉണ്ടാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള കൃത്യമായൊരു പ്ലാനിങ് UDF ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വളരെ വ്യക്തതയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ ഇലക്ഷനെ നേരിടുന്നതെന്നും 100 സീറ്റിലധികം ഞങ്ങൾ നേടി വിജയിക്കുമെന്നും കൃത്യമായി കേരളത്തിന് വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ നൽകുന്ന ഒരു സർക്കാർ ഞങ്ങൾ രൂപീകരിക്കും എന്നൊക്കെ കൃത്യമായി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടി മാത്രമല്ല, ഇന്ദിരാ ഗ്യാരണ്ടിയും മറ്റേ പെൻഷൻ പദ്ധതിയൊക്കെ പറയുന്നത് ക്ഷേമപ്രവർത്തനങ്ങളാണ്. ക്ഷേമപ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് കേരളത്തെ പുതിയ കേരളമാക്കി മാറ്റിയെടുക്കുക. അത് പ്രത്യേകിച്ചിട്ടും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം ഇന്ന് വളരെ പിറകിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇപ്പോഴും മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ പഠിക്കാനായി പോകുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ, യൂറോപ്പ് രാജ്യങ്ങളിലേക്കൊക്കെ ചേക്കേറുന്നതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ പഠന സൗകര്യങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ് എന്നുള്ളതാണ്. അപ്പം അതിന് വലിയ പരിഹാരമുണ്ടാക്കുമെന്നൊക്കെ നേരത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അരവിന്ദ് ഒക്കെ വളരെ വീരവാദം മുഴക്കിയിരുന്നു എങ്കിൽ പോലും കേരളത്തിൽ യഥാർത്ഥത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നല്ല നമ്മൾ കാണേണ്ടത്. ഇപ്പം നേരത്തെ ജലീൽ മന്ത്രിയായിരുന്ന സമയത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ പുരോഗതി ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും കേരളത്തിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ
പല കോഴ്സുകളും ഇപ്പം പരമ്പരാഗതമായ കോഴ്സുകൾ മാത്രമായിട്ടാണ് ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ വാഴ്സിറ്റികളൊക്കെ മുന്നോട്ട് പോകുന്നത്. അതൊന്നും കുത്തഴിഞ്ഞ ഒരു സംവിധാനത്തിലാണ് ഇപ്പോഴും പോകുന്നത്. ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് കേരളത്തിന് പുതിയ ഭാവുകത്വം നൽകാൻ വേണ്ടിയുള്ള കൃത്യമായ ഒരു പദ്ധതി ഇദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയും അല്ലെങ്കിൽ ആരാണ്, ഒന്നുകിൽ രമേശ് ചെന്നിത്തലയായിരിക്കും അല്ലെങ്കിൽ വി.ഡി. സതീശനായിരിക്കും മുഖ്യമന്ത്രിയായി വരുന്നത്. ആര് വന്നാലും കോൺഗ്രസ്, പ്രത്യേകിച്ച് യു.ഡി.എഫിന് ഈ രംഗങ്ങളിൽ എന്ത് പുരോഗതി ഉണ്ടാക്കണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. അത് കൃത്യമായി നടപ്പിലാക്കണമെങ്കിൽ തീർച്ചയായും കോൺഗ്രസിന്റെ കൈകളിലേക്ക് തന്നെ ഈ വകുപ്പുകളൊക്കെ വരേണ്ടതുണ്ട്. കാലങ്ങളായി നമുക്കറിയാം കോൺഗ്രസ് അല്ലെങ്കിൽ യു.ഡി.എഫ് അധികാരത്തിൽ വരുന്ന സമയത്ത് അത് മുസ്ലിം ലീഗിന്റെ കയ്യിലാകൊണ്ട് അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ കയ്യിലായിരുന്നു. അങ്ങനെ പലപ്പോഴും ഘടകകക്ഷികളുടെ കയ്യിൽ മാത്രം കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ വകുപ്പിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ അത് കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കേണ്ടതുണ്ട്. മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായി തന്നെ ഇത്തരം വകുപ്പുകളെ കാണേണ്ടതുണ്ട്. കാരണം നേരത്തെ സിബി പറഞ്ഞ പോലെ തന്നെ ഒരു സമൂഹത്തെ, ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കണമെങ്കിൽ അത് എഡ്യൂക്കേഷനിലൂടെ മാത്രമേ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ് ഏറ്റവും നല്ല നിലയിലേക്ക് വളരണമെങ്കിൽ അത് നമ്മുടെ പൊതുഗതാഗതത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത്, റോഡ് സൗകര്യങ്ങൾ വർദ്ധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ടൂറിസം രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ടൂറിസം രംഗത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മപദ്ധതികൾ യു.ഡി.എഫ് ആസൂത്രണം ചെയ്യും എന്ന് തന്നെയാണ് നേരത്തെ തന്നെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ സമസ്ത മേഖലകളിലും വലിയ പുരോഗതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ തീർച്ചയായും യു.ഡി.എഫിന്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സർക്കാരിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളായിരിക്കില്ല ഇനി വരാൻ പോകുന്ന കേരളത്തിൽ ഉണ്ടാകുക എന്നത് നമ്മൾ പ്രത്യേകം പറയേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാൽ 2001 അധികാരത്തിൽ വന്ന A.K. ആന്റണി സർക്കാർ ആയിക്കൊള്ളട്ടെ, അതിനുശേഷം 2011 അധികാരത്തിൽ വന്നിട്ടുള്ള ഉമ്മൻചാണ്ടി സർക്കാർ ആയിക്കട്ടെ, ഉമ്മൻചാണ്ടി സർക്കാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ ഒരു സമ്മർദ്ദത്താൽ ഇങ്ങനെ ഞെരുക്കപ്പെട്ടിരുന്ന സാഹചര്യം. അതിന് കാരണമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സീറ്റിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ചെറിയ, അതായത് ഒരു 1-2 ആൾക്കാർ തന്നെ ഈ പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞാൽ അധികാരം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു, പിന്നീട് MLA-മാരുടെ എണ്ണൊക്കെ കൂട്ടാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അത്തരം ഒരു അവസ്ഥയിലല്ല ഇത്തവണ കേരളം. ശരിക്കും കേരളം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഇപ്പൊ ഇത്തവണ കോൺഗ്രസിന് കേരളം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത് നന്നാക്കി തരണം, ഇവിടെ വലിയ ബുദ്ധിമുട്ടിലാണ് പ്രശ്നങ്ങൾ, അതുകൊണ്ട് ഇത് ഏറ്റെടുത്തൊന്ന് ഇത് വൃത്തിയാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് ആരുടെയും സമ്മർദ്ദത്തിൽ നിൽക്കേണ്ട ആവശ്യം ഇപ്പോഴില്ല കോൺഗ്രസിന് വേണമെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫും അതുപോലെ തന്നെ 3 വിമത MLA-മാരും RSP ഉണ്ടെങ്കിൽ കേരളം ഭരിക്കാവുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. മുസ്ലിം ലീഗിന്റെ 25 സീറ്റും ഇനി ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് ഒരു മുന്നണിയിലേക്ക് പോയി അധികാരത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാത്ത രീതിയിലുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗ് ഏതെങ്കിലും രീതി ബുദ്ധിമുട്ടിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ചിലപ്പോൾ മുസ്ലിം ലീഗ് ആയിരിക്കും ഏറ്റവും കൂടുതൽ സഹകരിച്ച് മുന്നോട്ട് പോവുക. മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ കൃത്യമായ ധാരണയുണ്ട്. പഴയ രീതി ആയിരിക്കില്ല. കൃത്യമായി നല്ല ഫോർസൈറ്റുള്ള MLA-മാർ തന്നെ ആയിരിക്കും മന്ത്രിമാരൊക്കെ ആയി വരാൻ സാധ്യത. അതുകൊണ്ട് ഒരു പുതിയ മുഖം കേരളത്തിന് ഉണ്ടാവാനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു എന്നാണ്. സമ്മർദ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ അതിന്റെ ആവശ്യം ഇപ്പോൾ ഇല്ല, സാധ്യതകളും കുറവാണ്. അത് കൂടാതെ തന്നെ അത്ര വലിയ സമ്മർദ്ദങ്ങളുമായിട്ട് ചെല്ലുന്ന സമയത്തും മുസ്ലിം ലീഗിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ BJP 3 അക്കൗണ്ടുകൾ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഈ ഒരു മാറ്റത്തെ നമുക്ക് ചെറുതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അതുകൊണ്ട് തിരുവല്ലയിൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നതാണ്, തിരുവല്ലയിൽ കനത്ത മത്സരമാണെന്ന്. അവിടെ അനൂപാനണി പല സമയങ്ങളിലും ഒന്നാമതെത്തുന്നത് നമ്മൾ കണ്ടു. പാലക്കാട് പല സമയങ്ങളിലും പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇത്തവണയും ആദ്യഘട്ടങ്ങളിൽ പാലക്കാട് ചിലപ്പോൾ BJP സൃഷ്ടിച്ചിരുന്നു. പറയാൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ കൂടെ കൃത്യമായി സഹകരിച്ചുകൊണ്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു മാറ്റം കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാത്ത പക്ഷം വലിയ തിരിച്ചടി ഉണ്ടാവും. ഞാൻ ഇതിൽ ഒരു കാര്യം പറയാം. ഇപ്പം കോഴിക്കോട് എന്ന് പറയുന്നത് എല്ലാ കാലത്തും ലീഗിന് ഒരു സീറ്റ് കാണും, അല്ലെങ്കിൽ 2 സീറ്റ് കാണും. കോൺഗ്രസിന് 20 വർഷമായിട്ട് ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന 13 സീറ്റിൽ 12 സീറ്റ് UDF-നാണ്. അത് അങ്ങനെ ഒരു കോഴിക്കോട് ഈ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് വലിയ വിജയം നേടാൻ കഴിഞ്ഞത് വളരെ ആത്മാർത്ഥമായിട്ട് ലീഗ് കൂടെ സഹകരിച്ചുകൊണ്ട് മാത്രമാണ് നമ്മളിൽ കാണണം. അവിടെ ലീഗ് ഇത്തവണ ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ലീഗ് കാണിച്ചിരിക്കുന്ന ആത്മാർത്ഥമായ പ്രവർത്തനം എന്ന് പറയുന്നത് ആരെയും അത്ഭുതപ്പെടുത്താണ്. കാരണം അവരുടെ സ്ഥാനാർത്ഥി മാത്രം വിജയിച്ചു കയറണം എന്നല്ല ലീഗ് കരുതിയിരുന്നത്. ലീഗ് കറക്റ്റായിട്ട് ഇപ്പൊ VS ജോയിയൊക്കെ മത്സരിക്കുന്നു, എങ്കിൽ പോലും VS ജോയിയെ പോലുള്ള വളരെ ഒരു കാരണവശാലും ലീഗിന്റെ, അതായത് മുസ്ലിങ്ങൾ മാത്രം ഉള്ള ഒരു പ്രദേശത്തു നിന്നാണ്, തവനൂർ പോലുള്ള സ്ഥലത്തു നിന്നാണ് അവിടുത്തെ സിറ്റിംഗ് MLA ആയ മുൻ മന്ത്രിയായ
എല്ലാ കാലത്തും ഞാനായിരിക്കും ഇവിടെ, ഞാനിവിടെ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ മാത്രമേ ഇവിടെ ജയിക്കൂ എന്ന് പറഞ്ഞ KT ജലീലിനെ തോൽപ്പിച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നത്. ഇത് PK കുഞ്ഞാലിക്കുട്ടിയുടെ മധുര പ്രതികാരം കൂടിയിട്ടാണ്. കാരണം പണ്ട് കുറ്റിപ്പുറത്ത് അതെ, തോൽവി KT ജലീൽ എന്ന ചെറുപ്പക്കാരനായിട്ടുള്ള യൂത്ത് ലീഗ് നേതാവ്, അതായത് ജസ്റ്റ് യൂത്ത് ലീഗ് വിട്ട് LDFന്റെ ഭാഗമായിട്ട് മാറിയപ്പോൾ അട്ടിമറിച്ചത് അന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയാണ്. ഇതൊക്കെ രാഷ്ട്രീയമാണ്, ജനാധിപത്യമാണ്. ഈ ജനാധിപത്യത്തിന്റെ പ്രക്രിയയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി തോൽക്കുകയും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ വിജയം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഇവിടെ വലിയൊരു തലമുറ മാറ്റം സംഭവിക്കാൻ ഇത് ഞാൻ ഇത് കാണുന്നത് സിബി എന്താണെന്നറിയുമോ, കേരളത്തിൽ ഒരു പാർട്ടിക്ക് കുത്തകയില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു കുത്തക സീറ്റും ഇല്ല. നിങ്ങൾ നേരാവണ്ണം ഭരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് തരും. നിങ്ങൾ വളരെ മാന്യമായാണ് ജനങ്ങളോട് സമീപനമെങ്കിൽ നിങ്ങളോടും ഞങ്ങളും മാന്യമായി സമീപിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലും ഇവിടെ നിൽക്കാൻ അധികാരമില്ല എന്നുള്ളതാണ് ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് വിജയം എന്നുള്ളതാണ്. പയ്യന്നൂരും തളിപ്പറമ്പും എന്നൊക്കെ പറഞ്ഞാൽ അതാ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു വാമനപുരത്ത് സംഭവിച്ച കോട്ടകളില്ല. നിങ്ങൾ പറയല്ലേ നേരത്തെ അത് കോട്ടയാണ്, അവിടെ അനക്കാൻ പറ്റില്ല. ഇത് കോട്ടയാണ്, അമ്പലപ്പുഴ അയ്യോ കോട്ടയാണ്. ഏത് കോട്ട? ഒരു കോട്ടയുമില്ല. കോട്ടകളൊക്കെ പൊളിഞ്ഞു പോയിരിക്കുന്നു. ഇനി ആർക്കും കോട്ട കെട്ടാനും പറ്റില്ല. അത്തരത്തിലൊരു രാഷ്ട്രീയ സംവിധാനവും കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കേരളത്തിൽ ഇനി ആരെങ്കിലും അഹങ്കാരം കാണിച്ചുകൊണ്ട്, താൻ പ്രമാണിത്വം കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഏകാധിപത്യ പ്രവണത കാണിച്ചുകൊണ്ട് കേരളത്തെ അങ്ങ് അടക്കി വാഴാം എന്ന് ആരും വിചാരിക്കരുത്. അങ്ങനെ അടക്കി വാണു കഴിഞ്ഞാൽ തീർച്ചയായും ഇതേ നാണയത്തിൽ തന്നെ തിരിച്ചും മറുപടി കിട്ടും ജനങ്ങളുടേതെന്ന് വോട്ടർമാരെ ഒരിക്കലും നിസ്സഹായരായി കാണരുത്. അവർ നിസ്സാരന്മാരല്ല, അവരാണ് കാര്യങ്ങൾ രാജാക്കന്മാർ. വോട്ടർമാരാണ് രാജാക്കന്മാർ എന്ന് മനസ്സിലാക്കണം. അല്ലാതെ തന്നെ രാജാവായി പ്രഖ്യാപിക്കുന്ന ഒരു ഭരണാധികാരിക്കും ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളതിന് വ്യക്തമായ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളത് നമ്മളിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് ഒരു പാഠമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എഴുതി വെക്കേണ്ടതുണ്ട്. മാത്രമല്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ആർക്കും ആരെയും അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. കേരളത്തെ വികസനത്തിൻ്റെ പാതയിലൂടെ നടത്താൻ വേണ്ടി മാത്രം ശ്രമിക്കുക, കേരളത്തിൻ്റെ പുരോഗതി മാത്രം ലക്ഷ്യമിടുക, സ്വന്തം പുരോഗതിക്ക് വേണ്ടി മാത്രം പാർട്ടിയെ ഉപയോഗിക്കാതിരിക്കുക, ഭരണത്തെ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ജനങ്ങൾ നൽകിയിരിക്കുന്നത്. ഇത് ചെവിക്കൊണ്ടാൻ നല്ലത്, ഇല്ലെങ്കിൽ തീർച്ചയായും ചെവിക്ക് പിടിച്ച ആളുകൾ അടുത്ത തവണ പുറത്താക്കും.